പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ് ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയ്ക്കും ജിഷയുടെ സഹോദരി ദീപയ്ക്കും അമീറുൽ ഇസ്ലാമിനെ അറിയാമെന്ന് സൂചന. അമീറിൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റിയെന്നും സൂചന. പണത്തിന് പകരം വിവാഹം കഴിക്കണമെന്ന ആവശ്യം വിസമ്മതിച്ചതാണ് കൊലയ്ക്ക് കാരണമായി എന്നാണ് സൂചന. ജിഷ വധക്കേസിൽ പിടിയിലായ അമീറുൽ ഇസ്ലാമിനെ രാജേശ്വരിക്കും ജിഷയ്ക്കും സഹോദരി ദീപയ്ക്കും നേരത്തെ അറിയാമായിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നതായ സൂചനയുണ്ട്. അമീറുലിൽ നിന്നും ജിഷയുടെ കുടുംബം നേരത്തെ പണം കൈപ്പറ്റിയിരുന്നതായും തുടർന്നുള്ള പരിചയമാണ് അമീറുലിനെ ജിഷയുടെ കുടുംബത്തെ കൂടുതൽ പരിചയപ്പെടാൻ സഹായിച്ചതെന്നുമാണ് പുതിയ വിവരങ്ങൾ. എന്നാൽ പണം തിരികെ നൽകാതായപ്പോൾ അമീറുൽ ജിഷയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ജിഷ നിരസിച്ചിരുന്നതായാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. കൊലപാതക ദിവസം രാവിലെ 11:30 അമീറുൽ ജിഷയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷിയുണ്ടെന്നും ഇയാൾ അമീറുലിനെ തിരിച്ചറിഞ്ഞതായുമാണ് സൂചനകൾ. നാളെ നടക്കാനിരിക്കുന്ന തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കുവാൻ മറ്റ് സാക്ഷികൾ വിമുഖത കാണിക്കുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ജിഷയുടെ വീടിന് സമീപത്തെ കുളിക്കടവിൽ വെച്ച് അമീറുലിനെ ഒരു സ്ത്രീ അടിച്ചതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമനുസരിച്ച് ആ സ്ത്രീ ജിഷയുടെ അമ്മ രാജേശ്വരിയാണെന്നും അമീറുലിന് നൽകാനുള്ള പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അടിയിലേക്ക് കലാശിച്ചതെന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു എന്നതാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്തിനെ ആസാമിൽ വെച്ച് പോലീസ് കണ്ടെത്തി. ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. അമീറിന്റെ സുഹൃത്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ കാക്കനാട് ജില്ലാ ജയിലിൽ നടക്കും. ജിഷയുടെ കൊലപാതകത്തിന് തലേനാൾ വരെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നതായും ഇയാൾക്ക് കൊലപാതകം സംബന്ധിച്ച് വിവരങ്ങൾ അറിയാമായിരിക്കുമെന്നുമുള്ള നിഗമനത്തിലാണ് സുഹൃത്തിനെ കണ്ടെത്താനായി ഒരു സംഘം ആസാമിലേക്ക് തിരിച്ചത്. ഷാഡ് എസ് ഐ വി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുഹൃത്തിനെ ആസാമിൽ കണ്ടെത്തിയതായാണ് വിവരം. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ആവശ്യമെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആസാമിലുള്ള അമീറുലിന്റെ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലെ പ്രതിയുടെ താമസ സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത കത്തിയല്ല കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെടുത്ത കത്തിയിൽ രക്തക്കറ കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ ആയുധങ്ങൾ കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിഗമനത്തിലെത്തിയിരിക്കുന്ന പോലീസ് ആയുധങ്ങൾ കടത്താൻ പ്രതി മറ്റൊരാളുടെ സഹായം തേടിയിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു. ഇയാൾക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ദാനിയലിന്റെ സാന്നിധ്യത്തിലായിരിക്കും തിരിച്ചറിയൽ പരേഡ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസിലെ അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണം വഴിതിരിച്ചുവിട്ടത് മാധ്യമങ്ങളാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. അല്ല, അത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഇപ്പോൾ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്വേഷണം ശരിയായി മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിനിടയിൽ നമ്മളായിട്ട് വഴിതെറ്റിക്കണ്ട. ഈ മാധ്യമങ്ങളാണ് ഈ കേസ് ഇത്രയും വഴിതെറ്റിച്ചുകൊണ്ട് പോയത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പ്രതിയെ പിടിക്കാമായിരുന്നു. അവർക്ക് ഈ കേസ് ശരിയായ ദിശയിൽ പോലീസിന് അന്വേഷിക്കാൻ കഴിയാതെ പോയത് മാധ്യമങ്ങളുടെ ഒരു സമ്മർദ്ദം നിലനിന്നതുകൊണ്ടാണ്. ഞാനങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ല. സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ. യഥാർത്ഥ പ്രതിയെ കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അന്വേഷണം നടത്തി അത് കണ്ടുപിടിക്കട്ടെ. പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിച്ചു. അടിക്കടിയുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ്. ജിഷ വധക്കേസിലൂടെ വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി പ്രതിയായതോടെ ജീവിതമാർഗം തേടിയെത്തിയ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഭാവിയാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. എവിടുത്തെ ആൾക്കാർ ശരിയില്ല. അതെ, ഭായമാർ പിന്നെ ആസാംകാർ അവർ ശരിയില്ല. അതൊക്കെ ഉറപ്പും. പെരുമ്പാവൂരിലെ കണ്ടന്തറ എന്ന പ്രദേശം പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണ്. ഇവരുടെ തന്നെ കടകളും മറ്റുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ ദിവസവും മുറികളിൽ ആളുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. ആയതിനാൽ കെട്ടിട ഉടമകൾ പുലർച്ചെയോടെ എത്തി തലയെണ്ണിയാണ് വാടക ഈടാക്കുക. ഒരാളുടെ കയ്യിൽ നിന്നും 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക. പ്രതിദിനം 800 രൂപ മുതൽ 2000 രൂപ വരെ വേതനം ലഭിക്കുന്ന ഈ തൊഴിലാളികളുടെ ജീവിത ചെലവാകട്ടെ 2000 രൂപയിൽ താഴെ മാത്രം. ബാക്കി പണം ഇടയ്ക്കിടെ വന്നു പോകുന്ന സുഹൃത്തുക്കൾ വഴി നാട്ടിലെത്തിക്കും. തൊഴിലാളികൾക്കിടയിൽ അക്രമവാസനകൾ കൂടി വരുന്നത് മൂലം തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായതോടെ ജീവിതമാർഗം തേടി ഇവിടെ എത്തിയ 100 കണക്കിന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതമാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്.
ക്യാമറാമാൻ ഇല്യാസിനൊപ്പം ഷാജഹാൻ. തിരികെ വാർത്തകളിലേക്ക്. തലശ്ശേരി കുട്ടിമാക്കൂലിൽ നടന്നത് ദളിത് പീഡനമല്ലെന്നും UDF രാഷ്ട്രീയ നാടകമാണെന്നും വ്യക്തമാകുന്നു. അയൽവാസികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ രാഷ്ട്രീയമാക്കാനും പിന്നീട് ദളിത് പ്രശ്നമാക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇതിനായി കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതാവ് കൂടിയായ പെൺകുട്ടികളുടെ പിതാവ് രാജനും ഒത്തുകളിക്കുകയാണെന്നും ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും വ്യക്തമാക്കുന്നു. അതേസമയം പെൺകുട്ടികൾ ഇതിനു മുൻപും ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തലശ്ശേരി കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നില്ലെന്ന് പരിസരത്തെ ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും ഒന്നടങ്കം വ്യക്തമാക്കുന്നു. ജാതി അധിക്ഷേപങ്ങൾ നടത്തുന്നവരല്ല ഇവരാരും തന്നെ. എന്തൊക്കെയായിരുന്നു കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇവർ ഇങ്ങനെ മറുപടി പറയുന്നു. അത് എന്റെ സത്യം പറയാന്ന് വെച്ചാൽ എന്റെ സ്വന്തം ആൾക്കാരാണ്, എന്റെ മരുവോളെ മക്കളാണ്. ഇത് ആശമുതലെടുപ്പിനെ ആശമുതലെടുപ്പ് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരായി. അതിന്റെ പേരിൽ ഒന്ന് കുത്തിക്കാരി പിടിക്കുക. അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞാൽ കേൾക്കൂല. കത്തി വെക്കുക പാട്. ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ ഭാര്യ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അങ്ങനെ മരുമകളെ പറഞ്ഞു എന്നറിയാം. എന്തിനാ ഇവിടെ നമ്മളെന്ത് പറയാനാണ്? അപ്പോൾ ബ്ലേഡ് വെക്കും. ഇതല്ലേ പിള്ളേർ തൊഴിലാ. അയൽവാസി സക്കീനയുടെ മകൻ CPIM പ്രവർത്തകർക്കൊപ്പം നടക്കുന്നതായിരുന്നു ഇവരുടെ ആദ്യ പരാതി. പിന്നീട് സക്കീനയുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിട്ട് തുടങ്ങിയ പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകരും CPIM പ്രവർത്തകരും പോലീസും ചേർന്ന് മധ്യസ്ഥതയിലൂടെ ചർച്ച ചെയ്ത് പരിഹാരമാക്കി. എന്നാൽ നിബന്ധനകൾ ലംഘിച്ച രാജൻ സക്കീനയുടെ മകന്റെ സുഹൃത്തായ DYFI പ്രവർത്തകനെ വീണ്ടും അസഭ്യവർഷം ചൊരിയുന്നിടത്തെത്തി കാര്യങ്ങൾ. ഇതാണ് പാർട്ടി ഓഫീസിന് താഴെ രാജൻ കാവൽ നിന്ന് 2 പെൺകുട്ടികളെ ഇരുമ്പ് പൈപ്പും വിറകുകൊള്ളിയുമായി മുകളിലേക്ക് കയറ്റിവിട്ട് കാരം ബോർഡ് കളിക്കായിരുന്ന 4 ചെറുപ്പക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയിലെത്തിച്ചത്. പിന്നീട് ദളിത് സ്ത്രീകളെ ജാതി വിളിച്ചാക്ഷേപിച്ചുവെന്ന് പരാതി നൽകി രാഷ്ട്രീയ വൈരാഗ്യം ദളിത് പ്രശ്നമാക്കി മാറ്റുകയായിരുന്നെന്ന് ഇവർ വ്യക്തമാക്കുന്നു. എൻ്റെ മോന് മെമ്പർഷിപ്പ് മുറിക്കാൻ പോയിട്ട് നേരെ അത് അവർക്കൊരു ചെറിയൊരു പ്രശ്നമായി. മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മെമ്പർഷിപ്പ് മുറിക്കാൻ പോയതുകൊണ്ട് അങ്ങനെ അവനെ ചീത്ത പറഞ്ഞോറ്. രാജേട്ടെ നമ്മളെ വീട്ടിൽ പോസ്റ്ററെല്ലാം വെച്ചതിന് എല്ലാം പ്രശ്നമാണ്. നേരെ പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ വഴിൻ്റെ ഈ പൈപ്പ് അവരെ സൺസൈഡുമുള്ള പൈപ്പിലെ വെള്ളം തേച്ച് നമ്മളെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ മണ്ണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മണ്ണിട്ടിട്ട് ചളിയാട്ടിയിട്ട് അവരെ കിണറ്റിലേക്ക് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ പൈപ്പ് നമ്മളെ മുമ്പിലേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് ചളിയായി. അങ്ങനെ ഞാൻ അവരുടെ ഭാര്യയോട് പറഞ്ഞ് നിങ്ങൾ പൈപ്പൊന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ ആക്കണം എന്നാലും പറമ്പിലേക്ക്. അങ്ങനെ ഓറ് തിരിച്ചിട്ട് ഓരോ പറമ്പിലേക്ക് തന്നെ ആക്കി. ഇവർ വന്നേരം നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആക്കി. അങ്ങനെ എനിക്കാരുടെ പാർട്ടിക്കാരുള്ള വിളിക്കടാന്ന് പറഞ്ഞ് അങ്ങനെ ഇവനാരെല്ലാം വിളിച്ച് 2 നാളെ പിന്നെ പിള്ളേരെന്തല്ലോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വീട്ടിൽ വന്ന് കാര്യം അടിയായി. ചട്ടിയെല്ലാം പൊട്ടിച്ചിട്ട് ടൈലെല്ലാം അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ പരാതി കൊടുത്ത് തലശ്ശേരി പോയിട്ട് അങ്ങനെ ഇവരെ വിളിച്ച് ഒത്തുതീർപ്പാക്കിയത്. ഇവർ പൈപ്പ് അങ്ങോട്ടാക്കിയിട്ട് അതിന് ശേഷം പിന്നെ പിന്നെ എൻ്റെ മോൻ്റെ പേരിൽ വനിതാ സെല്ലിൽ പോയിട്ട് പരാതി കൊടുത്ത്. ഇതിനു മുൻപും ഇവർ സ്വസമുദായത്തിൽപ്പെട്ടവരെയും മറ്റു സമുദായത്തിൽപ്പെട്ടവരെയും സമുദായം, സ്ത്രീകൾ എന്നീ പരിഗണന മുതലെടുത്ത് ഉപദ്രവിച്ചതായി ബന്ധുക്കളടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരെ സ്വഭാവം വെച്ചിട്ട് 1-നും 2-നും എല്ലാത്തിനും കേസ് കൊടുക്കല അവരുടെ മെയിൻ പരിപാടി. ഈ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്ക് പോലും നല്ല വാണിങ്ങും എന്നെ ഭീഷണിപ്പെടുത്തുക അടക്കം ചെയ്തിട്ടുണ്ട്. അയൽവാസികളുമായുണ്ടായ ഈ പ്രശ്നമാണ് ദളിത് പ്രശ്നമാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ UDF രംഗത്തെത്തിയത്. കോടതിയിൽ ജാമ്യം കിട്ടുമായിരുന്ന കേസിൽ ആദ്യ ദിവസം ജാമ്യ ഹർജി പോലും നൽകാതെ UDF നാടകം കളിച്ചുവെന്ന ആരോപണവും ഉയരുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ ജയിലിലടയ്ക്കപ്പെട്ട ദളിത് യുവതികളിൽ ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിനാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. സംഭവത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പോരാട്ടം നടത്തും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമാണ്. യുവതികൾക്കായി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടും സ്വീകരിക്കാത്ത മജിസ്ട്രേറ്റിന്റെ നടപടി ദുരൂഹമാണെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായ നീതിരഹിതമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ രാഷ്ട്രീയമായി നിയമപരമായി ശക്തമായ പോരാട്ടം നടത്താൻ കോൺഗ്രസ് പ്രസ്ഥാനം, UDF പ്രസ്ഥാനം തയ്യാറാണ്. കണ്ണൂർ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കാണ് ഒരു ചെന്നത്. ചേംബറിൽ വെച്ച് അപേക്ഷ സ്വീകരിച്ചിരുന്നു. പക്ഷെ മജിസ്ട്രേറ്റ് ആ ജാമ്യാപേക്ഷ സ്വീകരിച്ചില്ല. ശരിക്കു പറഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ നടപടി ദുരൂഹമായിട്ടേ കാണാനാകൂ. ഏത് വിഷയവും രാഷ്ട്രീയ മുതലെടുപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തലശ്ശേരി സംഭവമെന്ന EP ജയരാജൻ. K സുധാകരനെ പോലുള്ളവരാണ് ഇതിനു പിന്നിൽ. ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിനും പോലീസിനൊന്നും വീഴ്ച പറ്റിയിട്ടില്ലെന്ന് അതിൻ്റെ ശരിയായ കാര്യം അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതിങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞ് വെറുതെ ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നടത്തുക എന്നുള്ള ഒരു തെറ്റായ രാഷ്ട്രീയം ഇപ്പോൾ ഈ സുധാകരനും മറ്റും കൂട്ട് നടക്കുന്നുണ്ട്.
അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണിത്. തലശ്ശേരി സംഭവത്തിൽ പോലീസ് ഏകപക്ഷീയമായല്ല പ്രവർത്തിച്ചതെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് സഞ്ജൻ കുമാർ ഗുരുദീൻ. ഇരു കൂട്ടർക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട്. പോലീസിൽ ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല. യുവതികൾ സ്റ്റേഷനിൽ വന്നപ്പോൾ 1.5 വയസ്സുള്ള കുട്ടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ഒരു വീഴ്ചയില്ല. നമ്മൾ നോൺ അവൈലബിൾ കേസ് എടുത്തിട്ടുണ്ട്. നോൺ അവൈലബിൾ കേസിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നമ്മുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. ആൻഡ് ദേ വെർ റിമാൻഡഡ്. പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്ത് കുട്ടി അത് കൂടെ ഇല്ലായിരുന്നു. കുട്ടീനെ പറ്റി അങ്ങനെ പോലീസിന് ഒന്നും ഇൻഫോർമേഷൻ ഇല്ല. അത് പാരലലി അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മജിസ്ട്രേറ്റിൽ ഹാജരായ ശേഷം ആണ് അവിടെ ഈ ഫാമിലി കുട്ടികളെ കൊണ്ടുവന്നത്. അവിടെ മജിസ്ട്രേറ്റ് ദെൻ ഈ 2 പേരായിട്ട് അവിടെ എന്തായാലും ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ മദറിൻ്റെ കൂടെ പോകും. ആ 1 വർഷ കുട്ടി നമ്മുടെ പോലീസിലെ കേസിൽ അങ്ങനെ ഒന്നുമില്ല. ആണവ വിതരണ രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ത്യ അംഗത്വം നേടുന്നതിന് ചൈന തടസ്സം നിൽക്കില്ലെന്നും മറിച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തതെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. NSGയിൽ പാകിസ്ഥാൻ അംഗത്വം നൽകണമെന്നാണ് ചൈനയുടെ ആവശ്യം. പാകിസ്ഥാൻ അംഗത്വം നൽകുന്നതിനെ ഇന്ത്യ എതിർക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ചൈനയെ അനുനയിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് അംഗത്വം നൽകുന്നതിൽ ചൈന വിയോജിപ്പ് അറിയിച്ചതായുള്ള വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു സുഷമ സ്വരാജ്. 2018 6ാമത് ഏഷ്യൻ ബീച്ച് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാനുള്ള സന്നദ്ധത കേരളം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ കേന്ദ്ര കായിക മന്ത്രി ജിതേന്ദ്ര സിംഗിനെ നേരിൽ കണ്ടാണ് സന്നദ്ധത അറിയിച്ചത്. കേരളത്തിലെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് കേന്ദ്ര സഹായം ഉറപ്പു ലഭിച്ചതായി ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി കൽരാജ് മിശ്രയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം EP ജയരാജൻ വ്യക്തമാക്കി. എക്സൈസ് കമ്മീഷണർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ മാധ്യമപ്രവർത്തകനെന്ന വ്യാജേന എത്തിയ കഞ്ചാവ് കേസ് പ്രതിയെ പോലീസ് പിടികൂടി. കോഴിക്കോട് കളക്ടറേറ്റിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് കഞ്ചാവ് കേസ് പ്രതി യോഗം നടക്കുന്ന ഹാളിനകത്ത് പ്രവേശിച്ചത്. ജില്ലയിൽ ലഹരി വസ്തുക്കളുടെയും അനധികൃത മദ്യത്തിന്റെയും വിൽപ്പന തടയുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം കോഴിക്കോട് കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്തത്. ചാനൽ പ്രതിനിധിയെന്ന് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കൊയിലാണ്ടി സ്വദേശി അഷ്റഫ് യോഗം നടക്കുന്ന ഹാളിൽ പ്രവേശിച്ചത്. മാധ്യമപ്രവർത്തകർക്കൊപ്പം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് IPSനോട് ചോദ്യങ്ങൾ ചോദിച്ച ഇയാളെ സംശയം തോന്നി മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് കേസ് പ്രതിയാണെന്ന് ഇയാൾ വെളിപ്പെടുത്തിയത്. കൊയിലാണ്ടിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ 2 തവണ പോലീസ് പിടിയിലായെന്നും ഇയാൾ പറഞ്ഞു. മാധ്യമപ്രവർത്തകനെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ തട്ടിക്കയറിയ ഇയാളെ മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ നടക്കാവ് SI ഗോപകുമാർ എത്തി കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസിൽ സ്ഫോടനത്തിന് ഉപയോഗിച്ച ബാറ്ററികളിൽ ചിലത് കേരളത്തിൽ വിൽപ്പനയിലില്ലാത്തവയെന്ന സൂചന. വിദേശ നിർമ്മിത PCB ബോംബ് നിർമ്മാണത്തിനായി മാറ്റം വരുത്തി ഉപയോഗിച്ചവയാണെന്ന് കണ്ടെത്തി. അതേസമയം കേന്ദ്രീകൃത സംഘടനകളെയും നിരോധിത സംഘടനകളെയും ചില വ്യക്തികളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ച ദില്ലിയിൽ ചേരുന്ന CPM കേന്ദ്ര കമ്മിറ്റിയിൽ പുരോഗമിക്കുകയാണ്. പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ലെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. അതിരപ്പള്ളി അടക്കമുള്ള പദ്ധതികൾ ജനാഭിപ്രായം മാനിച്ച് നടപ്പാക്കുമെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കില്ല. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകളിൽ അഴിമതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ജനങ്ങൾ ആണ് ഞങ്ങളുടെ യജമാനന്മാരെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. അവരുടെ വിനീത വിശ്വസ്ത വിധേയ ദാസന്മാരാണ് മന്ത്രിമാർ. അപ്പോൾ ജനാഭിപ്രായത്തിനപ്പുറം ഞങ്ങൾക്കൊരു അതെ ജനാഭിപ്രായത്തിനപ്പുറം ഒരു അഭിപ്രായവും ഞങ്ങൾക്കില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കും. സഞ്ചാരികളെ എക്കാലത്തും ആകർഷിക്കുന്ന വന്യജീവി സങ്കേതമാണ് രാജസ്ഥാനിലെ രൺഭാദോർ നാഷണൽ പാർക്ക്. ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള പക്ഷിമൃഗാദികളെ തൊട്ടടുത്ത് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഞങ്ങളുടെ ക്യാമറമാൻ PP സലീം പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്.